ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വാഹനങ്ങളിലെ പവർ വിൻഡോയ്ക്ക് പലതരം ഓപ്ഷൻസ് ഉണ്ട്. അതായത് പവർ വിൻഡോ, മാനുവൽ ആയിട്ടുള്ള പവർ വിൻഡോ ഉണ്ട്, അതുപോലെ ഓട്ടോ പവർ വിൻഡോസ് ഉണ്ട്. അത് എല്ലാ ഡോറിലും ഓട്ടോ പവർ വിൻഡോ ഉള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇനി ഡ്രൈവർ ഡോറിലും മാത്രമുള്ള ഫംഗ്ഷൻ ഉണ്ടാവും, അതല്ലെങ്കിൽ ഡ്രൈവർ ഡോറിലും പാസഞ്ചർ ഡോറിലുള്ളതുണ്ടാവും, അതല്ലെങ്കിൽ എല്ലാ ഡോറുകൾക്കും ഉണ്ടാവും. എന്നിരുന്നാലും ഈ എല്ലാ ഓപ്ഷൻസും ശരിക്കും പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ നോക്കി കഴിഞ്ഞാൽ കണ്ടാം, ഇത് ഓട്ടോ, എല്ലാ വിൻഡോസിനും ഓട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം ഇതിന്റെ എല്ലാ ഡോറിലുള്ള വിൻഡോസിനും ഓട്ടോ ഫംഗ്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഇപ്പൊ നമുക്ക് ഓട്ടോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നിരുന്നാലും പലപ്പോഴും നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതായത് ഈ സ്വിച്ചിന് ബേസിക്കലി 2 പൊസിഷൻ ഉണ്ട്. അതിൽ 2 D10 പൊസിഷൻ ഉള്ളത്. അതിൽ ആദ്യത്തെ D10 പൊസിഷനിലേക്ക് ആക്കി കഴിഞ്ഞാൽ, അതായത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ, മാനുവലി ഈ വിൻഡോയെ ഇങ്ങനെ ഓരോ പൊസിഷനായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഇത് എല്ലാവർക്കും അറിയാം. അതേസമയം ഇതിനെ ഫുള്ളായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ഫുള്ളായിട്ട് പവർ താഴ്ന്നു പോകുന്നു. അതുപോലെ തന്നെയാണ് ഇത് ഫുള്ളായിട്ടൊന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് 2 ഫംഗ്ഷൻ. അതായത് ഇതിനെ മാനുവലായിട്ട് നമുക്ക് പല പൊസിഷനിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ജസ്റ്റ് ഒരു പ്രസ്സിൽ ഓട്ടോ ആയിട്ട് വർക്ക് ചെയ്യാം. ഇനി പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സമയങ്ങളിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം, ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഓട്ടോ ഫംഗ്ഷൻ ഡിസേബിൾ ആയി പോകും. അപ്പോൾ ഈ ഓട്ടോ ഫംഗ്ഷൻ ഡിസേബിൾ ആയി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് തിരിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഓട്ടോ ഫംഗ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഫുള്ളായിട്ട് താഴ്ത്തി പിന്നെ പൊക്കി പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ പൊക്കി പിടിക്കുക. ഇത് ഫുള്ളായിട്ട് മുകളിൽ എത്തിക്കഴിഞ്ഞാലും ഒരു 2 to 5 സെക്കൻഡ്, സാധാരണ 2 സെക്കൻഡൊക്കെ മതി, ഓരോ വാഹനങ്ങളിലും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ആ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഓട്ടോ പവർ വിൻഡോ സെറ്റായി. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് പവർ വിൻഡോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെമ്മറി പോവുകയോ അല്ലെങ്കിൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ശേഷം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി റീസെറ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓട്ടോ ഫംഗ്ഷൻ റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഓട്ടോ പവർ വിൻഡോ ഉള്ള മിക്കവാറും വാഹനങ്ങളുള്ള മറ്റൊരു ഫംഗ്ഷനാണ് ഈ ഓട്ടോ പിഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓട്ടോ പിഞ്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഗ്ലാസ് പൊങ്ങി പോകുന്ന സമയത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് പെട്ട് കഴിഞ്ഞാൽ ഇത് തനിയെ താഴ്ന്നു പോകും. അതാണ് ഈ ഓട്ടോ പിഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ആ ഓട്ടോ പിഞ്ച് ഫംഗ്ഷൻ വർക്കാവില്ല. അപ്പോൾ ഏറ്റവും മുകളിലെത്തിയിട്ട് നമ്മുടെ വിരലോ എന്തെങ്കിലും ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത്, കൈ അവിടെ പെട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ ഗ്ലാസ് എത്തുമ്പോൾ അത് പിഞ്ച് വർക്ക് ചെയ്തില്ല എന്ന് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഓട്ടോ പിഞ്ച് ഫംഗ്ഷൻ പിന്നെ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ കൈ വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഓട്ടോ ഫംഗ്ഷൻ ഉണ്ട് എന്നും പറഞ്ഞ് ഇത് കൈയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കൈ അതിനിടയിൽ കുടുങ്ങിപ്പോവും. അത് വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ഓട്ടോ പിഞ്ച് ഫംഗ്ഷൻ ചില ഒരു പർട്ടിക്കുലർ പൊസിഷൻ വരെ വർക്ക് ചെയ്യുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. അപ്പം പക്ഷെ എന്നിരുന്നാലും ഇത് വളരെ നല്ല ഒരു സേഫ്റ്റി മെക്കാനിസം ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തടസ്സം ഇത് ഈ ഗ്ലാസിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രേക്ക് ആവാതിരിക്കാനും അതുപോലെ തന്നെ ഇഞ്ചുറീസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ അത് വർക്കാവില്ല. അപ്പോൾ കൈ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ അത് കുടുങ്ങി പോകാനും ഇഞ്ചുറി ഉണ്ടാവാനും അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കുക. അതുപോലെ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വിച്ചിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനുണ്ടോ, ഓട്ടോ കൊടുത്തിട്ട് ഇതിന് താഴേക്ക് മാത്രം അരമാർക്ക് കൊടുത്തിട്ടുള്ളൂ ഈ റിയറിലെ 2 വിൻഡോയ്ക്കും. ആ സമയം ഫ്രണ്ടിലെ വിൻഡോ നോക്കി കഴിഞ്ഞാൽ താഴേക്കും മുകളിലേക്കും അരമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോ അപ്പ് ഫംഗ്ഷൻ ഉണ്ട്, ഓട്ടോ ഡൗൺ ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഫ്രണ്ട് വിൻഡോസിന് ഓട്ടോ അപ്പ് ഫംഗ്ഷനും ഓട്ടോ ഡൗൺ ഫംഗ്ഷനും ഉണ്ട്. പക്ഷെ റിയർ വിൻഡോസിന് എന്താണ്, ഓട്ടോ ഡൗൺ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, ഓട്ടോ അപ്പ് ഫംഗ്ഷൻ ഇല്ല. അതായത് മാനുവലായിട്ട് നമ്മൾ ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ഗ്ലാസ് പൊക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഓട്ടോ തനിയെ താഴ്ന്നു പോക്കുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇതൊന്ന് പ്രസ് ചെയ്ത് വിട്ടു, ഉണ്ടോ, റിയർ വിൻഡോ ഫുള്ളായിട്ട് താഴ്ന്നു പോയി. ഇനി ഞാനിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആ ഒരു പൊസിഷനിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇനി ഞാൻ ഓരോ തവണ ഇത് പ്രസ് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ അത് എന്താവുള്ളൂ, അപ്പോൾ വർക്ക് ആവുള്ളൂ. ആ സമയം പാസഞ്ചർ ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ എന്താണ്, ഇത് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് വിട്ടു, അത് ഫുള്ളായിട്ട് താഴ്ന്നു പോയി. അതുപോലെ തന്നെ ഒന്ന് പ്രസ് അപ്പ് ചെയ്ത് വിട്ടു, അത് ഫുള്ളായിട്ട് പൊന്തി വരികയും ചെയ്തു. ഇനി ഇതിനെ കുറച്ച് ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് പകുതി പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ഓരോ പൊസിഷനിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി ഇതിന് താഴ്ന്ന് ഫുള്ളായിട്ട് നമ്മൾ ഓട്ടോ ഫംഗ്ഷൻ പോകുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അപ്പ് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഡൗൺ പ്രസ് ചെയ്യുക, അതവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഇപ്പം ഞാനിത് ഓട്ടോ അപ്പ് ആക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്രസ് ചെയ്തു, ആ പൊസിഷനിൽ അത് സ്റ്റോപ്പായി. അപ്പോൾ ഇത്തരം ഫങ്ഷൻസ് നമ്മുടെ വാഹനങ്ങളിൽ ഉള്ളത് മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുക, നല്ല രീതിയിൽ ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓട്ടോ ഫങ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, അത് ഫുള്ള് താഴ്ന്നു പോണവരെ പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുക, അതിൽ മുഴുവനായിട്ട് പൊങ്ങുന്നവരെ പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുക. അപ്പം ഇത്രയും ഫങ്ഷൻസ് ഉള്ള വാഹനങ്ങളിൽ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കത് അതിനാണ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം അത്തരം ഫങ്ഷൻസ് ഒന്ന് ഉപയോഗിച്ച് ശീലിക്കുക. അതൊക്കെയാണ് നമ്മുടെ ഈ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ടെക്നോളജീസ് ഉണ്ടെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.